ഹലോ, ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എപ്പോഴും വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇത് ഞാനിവിടെ നമ്മളെപ്പോഴും പൂരിയുടെ കൂടെ മുട്ടക്കറി, ചിക്കൻ കറി ഒക്കെയല്ലേ കഴിക്കുന്നത്. പക്ഷേ ഇതിന് വ്യത്യസ്തമായിട്ട് ഞാനൊരു ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഞാൻ 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. ഇത് രണ്ടും കൂടെ ചേർക്കണം. അപ്പോൾ നമ്മുടെ പൂരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു 3 സ്പൂൺ റവയാണ്. വറുത്തതോ വറുക്കാതെ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം കുഴയ്ക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് ആയി കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാനെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ച് കളയരുത്. അതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് ചെറിയൊരു ലൂസ് പരുവത്തിലാണല്ലോ എടുക്കുന്നത്. പക്ഷേ ഇതിനൊരു ഹാർഡ് വേണം. അങ്ങനെയാണ് ഈ പൂരിക്ക് കുഴയ്ക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും കുഴച്ചേക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സാവധാനം നമ്മൾ കുഴച്ചെടുക്കണം. ഇതെല്ലാം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് എണ്ണ കൂടെ തടയി കൊടുക്കുക. ഇപ്പോൾ ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അതിനുള്ളൊരു ചട്നി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്നും ഒരുപാട് മൂത്തൊന്നും വരണ്ട. ഒന്ന് വഴറ്റി വന്നാൽ മതി. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് 2-3 കഷ്ണം വെളുത്തുള്ളിയാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ ചേർക്കാം. പക്ഷേ ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് ഈ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് പക്ഷേ ചേർക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയുടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു സവാള അരിഞ്ഞെടുത്താണ് അതും കൂടെ ചേർക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി മാത്രം വെച്ചുണ്ടാക്കാം, സവാള മാത്രം വെച്ച്. ഇത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാമേ. ഇപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടി വരണ്ട. ഇനി അതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോയാണ്. ഒരു 2 ടൊമാറ്റോ, ചെറിയ 2 ടൊമാറ്റോ അരിഞ്ഞെടുത്ത് അതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി എല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആവശ്യത്തിനുള്ളൊരു മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ അത് കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാമേ. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് അത് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം അതിലോട്ടിട്ട് ചൂടോടുകൂടി ഇട്ട് കളയരുത്. അതുപോലെ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കളയരുത്. ഇത് മാത്രം മതി. നന്നായിട്ട് നമുക്ക് അടിഞ്ഞ് കിട്ടും. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. മുഴുവനും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പുളി, നിങ്ങൾക്ക് പുളി ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഈ പുളി കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചിലർക്ക് വലിയ പുളി ഇഷ്ടമല്ല. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരഞ്ഞ്, ഉള്ളിയൊക്കെ അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരണം. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി വെളിച്ചെണ്ണ കിടക്ക് മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. മുഴുവനും നമുക്കതിൽ തന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പാച്ചിൽ വെച്ച് എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയായി കിട്ടും. വെള്ളമൊന്നും ഒഴിച്ച് കളയരുത്. വെള്ളം ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറും. ഇത് നമ്മുടെ ചട്നി റെഡിയായിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൂരിയുടെ മാവ് നമുക്കത് റെഡിയാക്കി എടുക്കാം. മാവൊക്കെ നന്നായിട്ട് റെഡിയായിട്ടുണ്ട്.
ഇനി ഓരോ ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. മാവൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഓരോ ഉരുളകളായിട്ട് നമുക്കെടുക്കാം. ചപ്പാത്തിയെക്കാട്ടി കുറച്ചുകൂടി ചെറുതായിട്ട് വേണം പൂരിക്ക് എടുക്കാനായിട്ട്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ മാവും ഇങ്ങനെ തന്നെ ഉരുട്ടിയെടുക്കണം. എല്ലാം നന്നായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ ചപ്പാത്തി പലകയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഗോതമ്പ് പൊടി ഇട്ട് നിങ്ങളത് പരത്തിയെടുക്കരുത്, എന്നാൽ നമ്മുടെ പൂരി ശരിയാകില്ല. കുറച്ച് ഇട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഈ റവയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല ഷേപ്പ് വേണമെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. പക്ഷേ ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഞാൻ അല്ലാതെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. വലിയ ഷേപ്പൊന്നുമില്ല, എന്നാലും പൂരിയല്ലേ. ഒരുപാട് തിന്നുമാകരുത്, എന്നാൽ ഒരുപാട് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. ഒരുപാട് കട്ടിയാകരുത്, എന്നാൽ തിന്നുമായി പോകരുത്. അങ്ങനെ വേണം നമ്മൾ പൂരിക്ക് പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ വേണം ഇരിക്കാൻ. ഇനി രണ്ടാമത് ഞാൻ അതുപോലെ തന്നെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം പരത്തി വെച്ചിട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് പരത്തി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അതെല്ലാം നിങ്ങളുടെ സൗകര്യമാണ്. ഇത് നന്നായി എണ്ണ ചൂടായിട്ടുണ്ട്. നേരത്തെ എണ്ണ വെച്ചിരുന്ന് ചൂടാകാനായിട്ട് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകണം. എന്നിട്ട് ചെറിയൊരു ഫ്ലെയിം നമുക്കൊന്ന് കുറച്ച് കൊടുക്കണം. എന്നാലും നമ്മുടെ പൂരി നന്നായിട്ട് പൊന്തി വരുള്ളൂ. നമ്മുടെ പൂരി നന്നായി പൊങ്ങി വരുന്നുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് പൂരി ഇഷ്ടമല്ലേ? പൂരി ചട്നി കൂടെ കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണേ. എൻ്റെ ഗ്യാസിന് എന്തോ ചെറിയൊരു കുഴപ്പമുണ്ട്, കരട് കയറിയിരിപ്പുണ്ട്. ഇനി അതൊരു സർവീസ് സെൻ്ററിൽ കൊടുത്ത് ഒന്ന് ശരിയാക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കുമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഞാൻ അതുപോലെ കാണിച്ചു തരാം. ഈ ഗ്യാസിന് അതിൻ്റെ തീയുടെ ഇതുകൊണ്ട് അത് നന്നായിട്ടത് പൊങ്ങി വന്നിട്ടില്ല. രണ്ടാമത് ഇട്ടത് ഇങ്ങനെ തീ പടന്നുകൊണ്ട് ഞാനൊന്ന് കുറച്ച് വെച്ചു, അതിലാണ് അങ്ങനെ പറ്റിയത്. നിങ്ങൾക്ക് നന്നായിട്ട് പൊങ്ങി വരും. രണ്ടാമത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചട്നിയും പൂരിയും കൂടെ ഒന്ന് കഴിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണേ. നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഫുഡ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.